ഓരോ വിശേഷ ദിവസങ്ങളും നമുക്ക് ഓരോ സന്ദേശങ്ങളാണ് നൽകുന്നത്. വിഷു, ഓണം, റംസാൻ, ബക്രീദ്, അതേപോലെ ഈസ്റ്റർ, ഇതെല്ലാം ഓരോ സന്ദേശങ്ങളാണ്. ഈ സന്ദേശങ്ങളെല്ലാം നമുക്ക് നല്ല ഒരു സന്ദേശം ആണ് നൽകുന്നത്. എല്ലാം ഒരേപോലെ തന്നെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള സന്ദേശങ്ങളാണ്. വ്യാഴാഴ്ച മുതൽ നമ്മൾ പെസഹ വ്യാഴം, ദുഃഖവെള്ളി എന്നിങ്ങനെ ആചരിക്കുന്നുണ്ട്. അപ്പം വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച വരെ സഹനത്തിൻ്റെയും പ്രത്യാശയുടെയും ഒക്കെ ഓർമ്മ പുതുക്കലായിട്ട് നമ്മൾ അത് കരുതുന്നു. ക്രിസ്ത്യൻ വിശ്വാസികൾ അത് നല്ല രീതിയിൽ കൊണ്ടാടുന്നുണ്ട്. അതിനുശേഷം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസമാണ് ഞായറാഴ്ച, ഈസ്റ്റർ ദിവസം. ഇതെല്ലാം നന്മയുടെ പ്രത്യാശയുടെ ഒക്കെ ഓർമ്മയാണ് നമുക്ക് നൽകുന്നത്. പ്രയാസമുള്ള നിങ്ങളുടെ ജോലി അതൊരു തൊഴിൽ രഹിതൻ്റെ സ്വപ്നമാണ്. എപ്പോഴും ശല്യപ്പെടുത്തുന്ന നിങ്ങളുടെ കുട്ടികൾ അത് കുട്ടികളില്ലാത്ത ഒരാളുടെ സ്വപ്നമാണ്. നിങ്ങളുടെ കൊച്ചു വീട് ഒരു ഭവനരഹിതൻ്റെ ഒരു സ്വപ്നമാണ്. കടം നിങ്ങൾക്ക് ഇല്ല, കൊച്ചു സമ്പാദ്യമുണ്ട്, അത് ഒരു കടക്കാരൻ്റെ സ്വപ്നമാണ്. ഇങ്ങനെ പല രീതിയിലും നമുക്ക് കിട്ടുന്ന നന്മ നമ്മൾ കാണണം. അടുത്ത ഒരാൾ നമ്മളെക്കാട്ടി ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ആരും തന്നെ അത് മനസ്സിലാക്കുന്നില്ല, സ്വന്തം കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ അവർ മറ്റുള്ള ചിന്തയിലേക്ക് പോകുന്നു, ആത്മഹത്യാ ശ്രമത്തിലേക്ക് പോകുന്നു, അങ്ങനെയൊക്കെ വഴിമാറി ചിന്തിക്കുന്നു. എല്ലാവർക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ഒരു കൗൺസിലിംഗ് ഒക്കെ നൽകാം. കൗൺസിലിങ്ങിന് നമ്മളെ ശ്രദ്ധിക്കുന്ന, നമുക്ക് വേണ്ട ഉപദേശങ്ങൾ തരുന്ന ഒരാളായിരിക്കണം. ചുമ്മാ നമ്മളെ കേട്ടിട്ട് പോകുന്ന ആളായിരിക്കരുത്. അപ്പോൾ നമുക്ക് കുറേ നല്ല ചിന്തകൾ തരികയും അങ്ങനെ നമ്മുടെ പ്രയാസങ്ങൾ കുറയുകയും ചെയ്യാം. പിന്നെ നമ്മുടെ ആ സാഹചര്യത്തിൽ നിന്ന് കുറച്ച് വിട്ടു നിൽക്കുന്നത് നല്ലതാണ്. എന്നാലും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതും വളരെ നല്ല കാര്യമാണ്. ഷെയർ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം അങ്ങനെ നമ്മളുടെ ചിന്താഗതികൾ നല്ല രീതിയിൽ ആകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. എല്ലാവർക്കും നല്ല ഒരു ദിവസങ്ങൾ ഇനി മുന്നോട്ട് ഉണ്ടാകട്ടെ. അടുത്ത് തന്നെ നിങ്ങൾക്ക് നല്ല കാലം വരും എന്നുള്ള പ്രതീക്ഷ കൈവിടാതെ ഓരോ ദിവസങ്ങളും മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും നല്ല ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ജീവിതത്തെ നല്ലതാക്കുന്നതും നമ്മൾ ദുരിതപൂർണമാക്കുന്നതും നമ്മൾ തന്നെയാണ്, വേറെ ആരും അതിന് ഉത്തരവാദികളല്ല. അപ്പം നമ്മൾ തന്നെ ശ്രദ്ധിച്ച് നമ്മളുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ നോക്കണം. അങ്ങനെ നല്ല ഒരു ജീവിതത്തിലേക്ക് എല്ലാവരും എത്തിപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.